ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു സർജറി ആയിട്ടാണ്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, അത് അടിയനത്തിൻ്റെ കെയറിങ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പ്രൂണിങ് മാത്രം എന്താ കാണിക്കാത്തതെന്ന്. ആക്ച്വലി നമുക്കിവിടെ പ്രൂൺ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉള്ള പ്ലാന്റ് ഇല്ലായിരുന്നു. പിന്നെ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരെണ്ണം നിങ്ങളിലൊക്കെ ആഗ്രഹപ്രകാരം പ്രൂൺ ചെയ്ത് കാണിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്രൂൺ ചെയ്ത് കാണിക്കാൻ ഓർത്താണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വർക്കലയിൽ തുരങ്കമുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്നേ കുനിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. തുരങ്കത്തിന്റെ അടുത്തെത്തിയിട്ട് നമ്മൾ കുനിഞ്ഞാൽ മതി. ഇവിടുന്നേ കുനിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നടു വളഞ്ഞു പോകും, വേദന വരും, പല പ്രശ്നങ്ങളുണ്ടാകും. തുരങ്കത്തിന്റെ അടുത്തെത്തി കഴിയുമ്പോൾ ഒന്നിലും നമുക്ക് കുനിഞ്ഞ് അവിടെ ചെന്നിട്ട് കുനിഞ്ഞു പോവാം, അല്ലെങ്കിൽ വേറെ വഴി നമുക്ക് അന്നേരം കിട്ടും, ആ വഴി കയറി ഇറങ്ങി അങ്ങ് പോവാം. കാര്യം മനസ്സിലായോ? ഇപ്പം ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. എന്തിനാണ് നിങ്ങൾ ഈ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ മനസ്സിനെ ഫ്രീ ആക്കി വിടുക. എന്ത് സംഭവിച്ചാലും ആ വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഫേസ് ചെയ്യാം. ദൈവം അതിനൊരു വഴി നമുക്ക് കാണിച്ചു തരും. ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ട് പോകും. ഒരു വർഷം കഴിഞ്ഞൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴേ അതിനെ ആലോചിച്ച് നമ്മുടെ മനസ്സും ശരീരവും തളർത്തേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മൾ നല്ല രീതിയിൽ നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോവുക. ആ ഒരു പ്രശ്നത്തിൽ എത്തുമ്പം നമുക്ക് അതിനെ തരണം ചെയ്യാൻ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു ഐഡിയ വരും. അപ്പം നമ്മൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കുക, അതിനുവേണ്ടിയുള്ള വഴികൾ ആലോചിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെ സ്വന്തം ആർട്സ് ഗാർഡനിലേക്ക്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഡീനിയം ഒന്ന് പ്രൂൺ ചെയ്യാന്നോർത്താണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്ലാന്റ് ഇത് കണ്ടോ, ഒരു തണ്ട് മാത്രം വളർന്നങ്ങ് മുകളിലോട്ട് പോയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്, അല്ലേ? അപ്പം നമുക്കതിനെ ഇവിടെ വെച്ചൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ബ്രാഞ്ച് വരുമ്പം ഇതിൻ്റെ ഒപ്പം വരും. അപ്പോൾ ഒരു ബുഷിയായിട്ട് നിൽക്കുക. ഇത് മാത്രം ഒരു വൃത്തികേടല്ലേ? അപ്പം നമുക്ക് ഇവനെ ഒന്ന് കട്ട് ചെയ്തേക്കാന്നോർത്താണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് പറയുക. അതിന് വേണ്ടത് പുതിയൊരു ബ്ലേഡ് വേണം. പിന്നെ സാഫ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്, ഇത് വെള്ളത്തിൽ ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുക, ഡയലൂട്ട് ചെയ്ത് കുഴച്ച് വെച്ചിരിക്കുന്നത്. കുഴമ്പ് പരുവത്തിലാണ് സാഫ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് നല്ലൊരു കോട്ടൺ തുണി, പഞ്ഞിയോ വേറെ എന്താണേലും കുഴപ്പമില്ല, ഒരു തുണി, അല്ലെ ടിഷ്യൂ പേപ്പർ ആണേലും വിരോധമൊന്നുമില്ല. ആദ്യമേ ഈ ബ്ലേഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക നമുക്ക് പ്ലാന്റിന്റെ ഏത് ഭാഗമാണ് എന്ന് സർജറി ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലറിയണം. ചുമ്മാ പ്ലാന്റ് എടുത്ത് വെച്ചിട്ട് വെട്ടി കണ്ടിച്ച് കളയരുത്, പ്ലാന്റ് ഉണങ്ങിപ്പോകും. അപ്പോൾ ഈ ഒരു നോഡ് ഞാനിപ്പം ഇത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ഇത് വരുമ്പോൾ അത് ഈ ഒരു ലെവലിലൊക്കെ എത്തും. അപ്പം നമുക്കിത് ഇതിൻ്റെ ഒരു ലെവലിൽ ഇതുകൊണ്ട് ഈ ഒരു ലെവലിൽ നമുക്ക് ഇങ്ങോട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഞാൻ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത് കേട്ടോ, ചരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അവനെ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ തുണിയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേന്ന് അതിൻ്റെ കറ വരും. കറ വന്ന് താഴോട്ട് ഒഴുകി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ പ്ലാന്റിൻ്റെ ആ താഴെ ഭാഗം പോലെ ചീഞ്ഞു പോകും. അപ്പോൾ അതുണ്ടാകാതിരിക്കാണ് നമ്മൾ ഈ തുണി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കറ വരുമ്പോഴത്തേനും നമ്മൾ ചെറുതായിട്ട് അവിടെ ഒന്ന് തുടച്ചു കൊടുക്കുക. കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇത് കളയേണ്ട കാര്യമില്ല കേട്ടോ. ഇത് നമുക്ക് കുഴിച്ച് വെച്ചാൽ നല്ല വേറൊരു പ്ലാന്റ് ആയിട്ട് നല്ല ഉഷാറായിട്ട് വരും. തുടച്ചു. അപ്പൊ വേറെ ഒന്നും വരുന്നില്ല ഇതിൽ നിന്ന്. അപ്പം ഒരു 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഇത് കറ വല്ലതും വരുന്നുണ്ടെങ്കിൽ വരട്ടെന്ന് ഓർത്ത്. അപ്പം വന്നതല്ല ഞാൻ തുടച്ച് കളഞ്ഞു. ഒന്നുകൂടെ ഒന്ന് തുടയ്ക്കുക. പിന്നെ ഞാൻ നേരത്തെ ഒരു പോട്ട് മിക്സ് റെഡിയാക്കി ഒരു ചട്ടി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ആ കട്ടിംഗ് പീസ് നടാനായിട്ടാണ്. അതും നല്ലൊരു പ്ലാന്റ് ആയിട്ട് വരെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ സാഫ് ഒഴിച്ച് വെച്ചിട്ടില്ലേ, അത് നമ്മൾ കട്ട് ചെയ്തെടുത്തോട്ട് അങ്ങ് തേച്ച് കൊടുക്കുക. ആ ഭാഗത്തും തേക്കുക, നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ ഈ ചെടിയുടെ ഇവിടെയും തേക്കുക. സാപ്പ് ഒലിച്ചു വന്നാലൊന്നും കുഴപ്പമില്ല, എന്നാലും നമുക്കത് വേണ്ട. നമ്മളൊന്ന് അവനെ ഒന്ന് ഇതാക്കി തുടച്ചങ്ങ് വിട്ടേക്കാം. അപ്പം നമ്മുടെ പ്രൂണിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിന് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ വളം കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ മൊട്ടുണ്ട്. ഇന്നാൾ ഞാൻ ഈ പ്ലാന്റ് കാണിച്ചിട്ടാണ് പറഞ്ഞാൽ പ്രൂൺ ചെയ്യാൻ സമ്മതിക്കുകയില്ല, നമുക്ക് നിറച്ച് പൂക്കൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്തെ
പൂ വന്നിട്ട് മുഴുവൻ വിരിഞ്ഞ് തീർന്നായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇതൊന്ന് കട്ട് ചെയ്താൽ ഇതിനൊപ്പം എത്തുകയില്ലേ. അപ്പോൾ അതാണ് ഞാൻ അതൊന്ന് കട്ട് ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ നമുക്കിനി ഇത് ഈ ഒരു ചട്ടിക്കകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് ചെയ്യേണ്ടത് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാന്ന് വെച്ചാലേ തണലത്ത് വെച്ച് കൊടുക്കണം, വെയിലത്ത് വെക്കരുത്. ഇത് ഒരാഴ്ച നമുക്ക് തണലത്തിരുന്ന് ആ വെയിലൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് നല്ല വെയിലത്തോട്ട് മാറ്റാം. ഒരാഴ്ച തണലത്ത് വെക്കണം. ഇതിനെ തണലത്ത് കൊണ്ട് വെക്കേണ്ട കാര്യമില്ല, നല്ല വെയിലത്ത് ഇവനെ വെച്ച് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന് നമ്മൾ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കരുത്. ഒരു 2 പ്രാവശ്യം നമ്മൾ ഇതിന് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ മാത്രം കൊടുക്കുക. ഫ്ലവറിങ്ങിന് ഇപ്പം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ ഗ്രോത്ത് കുറയും. അപ്പം നമ്മൾ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിന് നമുക്ക് വേറെ ശിഖരം പൊട്ടി ആർത്ത് കിളുക്ക് ചെടി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉപകാരപ്രദമായെന്ന് തോന്നുന്നവർ അത് കമന്റിൽ കൂടെ ഒന്ന് പറയുക. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാകുക. പിന്നെ നിങ്ങളുടെ ലൈക്ക്, ഹൈപ്പ്, ഷെയർ ഇത്ര ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്.